ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പേഴ്സണിലെ ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ് നോക്കുന്നത്. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ അതായത് പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ലാസ്റ്റ് കാറ്റഗറി. ഓക്കെ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്താണെന്ന് നോക്കാം. An artificial judicial person, AGP, is an entity that is not a natural human being but is treated by law as a separate person, having legal rights and duties. Such entities can own property, sue or be sued, and may be taxed separately under the Income Tax Act. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ AJP എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. പക്ഷേ അതൊരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ല. ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ലാത്ത ഒരു സ്ഥാപനത്തിനെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതൊരു എൻറ്റിറ്റിയാണ്. അതോടൊപ്പം തന്നെ അതൊരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ല. അതുപോലെ തന്നെ ഇതിനെ ഒരു സെപ്പറേറ്റ് പേഴ്സണായിട്ടാണ് ഇൻകം ടാക്സ് ആക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പേഴ്സണ് സെപ്പറേറ്റ് ലീഗൽ റൈറ്റ്സ് ഉണ്ടാവും, ഡ്യൂട്ടീസും ഉണ്ടാവും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഒരു എൻറ്റിറ്റിയാണ്, പക്ഷേ അതൊരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ല. പക്ഷേ അതിന് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനെ ഒരു പേഴ്സണായിട്ടാണ് ഇൻകം ടാക്സ് ആക്റ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എൻറ്റിറ്റീസിന് എന്തൊക്കെ സാധിക്കും? അവർക്ക് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും സ്ഥലമോ ബിൽഡിങ്സോ അങ്ങനെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാനോ, അതുപോലെ തന്നെ ആർക്കെങ്കിലും ഈ ഒരു സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഇൻകം ടാക്സ് ആക്റ്റിൽ നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഈ ഒരു എൻറ്റിറ്റി ടാക്സബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനെ ഒരു സെപ്പറേറ്റ് ടാക്സബിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഇൻകം ടാക്സ് ആക്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്, പക്ഷേ അതൊരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് അല്ല. അതിന് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് ഇതിനെ ഒരു പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് ടാക്സ്ഡ് സെപ്പറേറ്റ്ലി അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട്. ഇനി this category includes entities that do not fall under the categories of individuals, HUF, company, firm, AOP or POI, local authority. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 31 ഇൻകം ടാക്സ് ആക്ട് പേഴ്സൻ്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ആണ്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ, രണ്ടാമത്തെ HUF, മൂന്നാമത്തെ കമ്പനി, നാലാമത്തെ ഫേം, അഞ്ചാമത്തെ AOP, ആറാമത്തെ BOI, ഏഴാമത്തെ ലോക്കൽ അതോറിറ്റി, എട്ടാമത്തെ ആണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ ഒരു 7 കാറ്റഗറീസും ഉൾപ്പെടാത്ത എൻറ്റിറ്റീസിനെയാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളല്ല അതോറിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവുന്നത്? ഈ ഒരു യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ലോ ബൈ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് എന്തെങ്കിലും ഒരു നിയമത്തിന് അടിയിലായിരിക്കും യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റീസിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് സെപ്പറേറ്റ്ലി ടാക്സബിൾ ആണ് എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിരിക്കും, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിരിക്കും. അതാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയമത്താലാണ്. അതുപോലെ തന്നെ ഇതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇനി എക്സാമ്പിൾ നോക്കിയേ. യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ക്യാൻ ഓൺ പ്രോപ്പർട്ടി, എൻ്റർ കോൺട്രാക്ട്സ് ആൻഡ് ഫയൽ കേസസ് ഇൻ കോർട്ട്. നമ്മൾ കണ്ടു ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ട് സാധിക്കും, സ്യൂ ആൻഡ് ടു ബി സ്യൂഡ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കാൻ സാധിക്കും, വേറെ ആർക്കെങ്കിലും നമുക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതാണ് പറയുന്നത്. യൂണിവേഴ്സിറ്റി നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ക്യാൻ ഓൺ പ്രോപ്പർട്ടി, എൻ്റർ കോൺട്രാക്ട്സ് ആൻഡ് ഫയൽ കേസസ് ഇൻ കോർട്ട്.
എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ട് സാധിക്കും, എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്താ? സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ടാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫയൽ കേസസ് ഇൻ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു. ഇനി ബാർ കൗൺസിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആവുന്നത് നോക്കാം. ഒരു ബാർ കൗൺസിൽ, ഇന്ത്യയിലെ ബാർ കൗൺസിൽ ഉണ്ടെന്നറിയാലോ. ഈ ഒരു ബാർ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഒരു ലോയുടെ അണ്ടറിലായിരിക്കും. അതുപോലെ തന്നെ ഈ ബാർ കൗൺസിൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുന്നത്. ബാർ കൗൺസിൽ എന്ന് പറയുന്ന ഒരു ലോയുടെ അണ്ടറിലായിരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ബാർ കൗൺസിലിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റൊക്കെ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ആവുന്നത്? ഈ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊതുവെ റിലീജിയസ് ആയിരിക്കും അല്ലേ? ഓരോ റിലീജിയസ് ഓർഗനൈസേഷൻസിൻ്റെ അണ്ടറിലായിരിക്കും പൊതുവെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഈ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റൊക്കെ ഒരു ലോയുടെ അണ്ടറിലായിരിക്കും ഫോം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് വേറൊരു കാര്യം ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ദ ലോ റെക്കഗ്നൈസസ് ദം സെപ്പറേറ്റ്ലി ഫ്രം ദ പീപ്പിൾ മാനേജിങ് ദം. അതായത് ഈ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രസ്റ്റുകളെ ആ ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ലോയുടെ അണ്ടറിൽ ഈ ഒരു സ്ഥാപനം മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ആളുകൾ ആയിരിക്കത്തില്ല ആ ഒരു ട്രസ്റ്റിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. പകരം ആ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസേഷനെ ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതും. അടുത്താണ് ഡൈറ്റീസ് ഇൻ ടെമ്പിൾസ് എന്ന് പറയുന്നത്. അണ്ടർ ഇന്ത്യൻ ലോ എ ഹിന്ദു ഡൈറ്റി ക്യാൻ ഓൾസോ ബി ട്രീറ്റഡ് ആസ് എ ജുഡീഷ്യൽ പേഴ്സൺ. പ്രോപ്പർട്ടി ക്യാൻ ബി ഓൺഡ് ഇൻ ദ നെയിം ഓഫ് ദ ഡൈറ്റി. അതായത് ഒരു ടെമ്പിൾസിലെ ഡൈറ്റീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ലോ പ്രകാരം ഒരു ഹിന്ദു ഡൈറ്റീനെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഈ ഒരു ഡൈറ്റിയുടെ പേരിൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനായിട്ട് ഒക്കെ സാധിക്കും. അതായത് ഇന്ത്യൻ ലോ പ്രകാരം ഒരു ഹിന്ദു ഡൈറ്റീനെ ഒരു ജുഡീഷ്യൽ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡൈറ്റിക്ക് സ്വന്തമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നോക്കിയേ, ശ്രീ ജഗന്നാഥ ടെമ്പിൾ പ്രോപ്പർട്ടീസ് ആർ ലീഗലി കൺസിഡർഡ് ടു ബിലോങ് ടു ദ ഡൈറ്റി. അതായത് ശ്രീ ജഗന്നാഥ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ എന്താണ്? ഡൈറ്റിക്ക് ബിലോങ് ചെയ്യുന്നു എന്നാണ് ലീഗലി പറയുന്നത്. അതായത് ഒരു ടെമ്പിളിന് ഒരു ഡൈറ്റ് ഉണ്ടാവും. ആ ഒരു ടെമ്പിളിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ബിലോങ് ചെയ്യുന്നത് ഡൈറ്റിക്കായിരിക്കും. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടാവും. അസസ്മെൻറ്റ് അതിൻ്റെ ബേസിസിലായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണായിട്ട്, ഈ ഡൈറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ മീനിങ് ഒരു കൺക്ലൂഷൻ പോലെ പറയുവാണെങ്കിൽ, ആൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ഈസ് ആൻ ഇമാജിനറി ലീഗൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഫോർ ലീഗൽ ആൻഡ് ടാക്സേഷൻ പർപ്പസസ് ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനല്ലെങ്കിലും ഒരു ഇമാജിനറി ലീഗൽ പേഴ്സൺ ആയിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇതൊരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കില്ല, പക്ഷെ ആരായിരിക്കും? ഇമാജിനറി ലീഗൽ പേഴ്സൺ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ലോയാണ്. ബൈ ലോ, നിയമാനുസൃതമായിട്ടാണ് ഈ ഒരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാ? ലീഗൽ ആൻഡ് ടാക്സേഷൻ പർപ്പസസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേഴ്സണെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ലീഗൽ ആൻഡ് ടാക്സേഷൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ, അതുപോലെ തന്നെ അസസ്മെൻറ്റിൻ്റെ സമയത്ത് ടാക്സ് പേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നിയമാനുസൃതമായിട്ട് ഈ ഒരു പേഴ്സണെ, ഒരു ഇമാജിനറി ലീഗൽ പേഴ്സണെ നിയമാനുസൃതമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഉള്ളത്. അങ്ങനെ നമ്മുടെ 8 കാറ്റഗറി ഓഫ് പേഴ്സൺസ് കഴിഞ്ഞു അണ്ടർ സെക്ഷൻ
ടു സബ്സെക്ഷൻ 31 പേഴ്സൻ്റെ അണ്ടറിൽ വരുന്ന 8 കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ആയിരുന്നു, രണ്ടാമത്തെ നമ്മൾ HUF പഠിച്ചു, മൂന്നാമത്തെ കമ്പനി, നാലാമത്തെ ഫേം ആയിരുന്നു, അഞ്ചാമത്തെ ഏതായിരുന്നു AOP അല്ലെങ്കിൽ BOY, ആറാമത്തെ എന്ന് പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റി ആയിരുന്നു, ഏഴാമത്തെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. അത് നമ്മളിപ്പം നോക്കി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻകം എന്താണെന്ന് നോക്കാം. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.